മഴക്കാലമാണ്. മഴ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തി പ്രാപിക്കുന്ന നിലയുണ്ട്. ഇന്ന് പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള മഴ പെയ്തിരുന്നു. അങ്ങനെ മഴ പെയ്താൽ തകരുന്ന ഒരു റോഡിൻ്റെ അവസ്ഥ, അത് കൽപ്പറ്റ നഗരസഭയിലെ തുർക്കിയിൽ പുഴയ്ക്ക് മുകളിലെ പാലത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന അപ്രോച്ച് റോഡിൻ്റെ ഒരു ഭാഗം മഴയിൽ തകർന്നിട്ടുണ്ട്. ഏറെ നാളായി ആ മേഖലയിലുള്ള ഗതാഗത പ്രതിസന്ധി, ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഒക്കെ നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മഴ വീണ്ടും സജീവമായതോടുകൂടി ആ റോഡ് തകർന്നിരിക്കുന്നു. വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. റിപ്പോർട്ടിലേക്കാണ് ഇനി. കൽപ്പറ്റ തുർക്കി പുഴയ്ക്ക് മുകളിൽ ഒരു പാലവും അപ്രോച്ച് റോഡും എന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കം. പാലം നിർമ്മാണം നേരത്തെ പൂർത്തിയായതാണ്. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിലിരിക്കെ ഇന്നലെ ഒരു ഭാഗം തകർന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ടെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. വയനാട്ടിൽ തുർക്കി എന്ന നാടിൻ്റെ പേര് അടയാളപ്പെടുത്തുന്നത് തന്നെ ദുരന്തമുഖങ്ങളിലെ രക്ഷാകരങ്ങളെന്നാണ്. ഈ നാട്ടിലെ മനുഷ്യർ ഏതു ദുരന്തത്തിലും അപകടങ്ങളിലും സ്വന്തം ജീവൻ തന്നെ പണയപ്പെടുത്തി രക്ഷാദൗത്യത്തിനിറങ്ങും. ആ വിധം തുർക്കി ജീവൻ രക്ഷാ സമിതി എന്ന പേര് വയനാടിൻ്റെ ധീരമായ ഇടപെടലാണ്. മഴയൊന്ന് കനത്തു പെയ്താൽ തുർക്കി വെള്ളത്തിലാണ്ടുപോകുന്ന അനുഭവമുണ്ട്. ഇവിടെ പുഴയ്ക്ക് മുകളിൽ ഒരു പാലം, അതിനൊരു അപ്രോച്ച് റോഡ് എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കം. പാലം MV ശ്രേയാംസ്കുമാർ MLA ആയിരുന്ന 2013-2015 കാലത്ത് നിർമ്മാണം പൂർത്തിയായി. അപ്രോച്ച് റോഡിന് 2,94,00,000 രൂപ അനുവദിച്ചത് CK ശശീന്ദ്രൻ MLA ആയിരുന്നപ്പോൾ. പക്ഷേ 4 വർഷമായിട്ടും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. നിർമ്മാണത്തിലെ അപാകത ജനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ സൈഡ് വാൾ തകർന്ന് നിലം പൊത്തിയത്. 9 വർഷമായിട്ടുള്ള ഒരു പാലാണിത്. പാലം പണിതിട്ട് തന്നെ 9 വർഷമായി. ഈ അപ്രോച്ച് റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് 7 വർഷത്തോളമായി. ഈ 7 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ കിടക്കുക. ഇപ്പോൾ ഒരു 1.5 കൊല്ലത്തിന് മുന്നെയാണ് ഈ പാലത്തിൻ്റെ പണി തുടങ്ങിയത്, 2 കൊല്ലത്തിനടുത്ത്. അതിൻ്റെ ഇടയ്ക്ക് ഈ അപ്രോച്ച് റോഡ് പണി നടക്കുന്ന സമയത്ത് ഇത് റിട്ടേൺ വാൾ അല്ലെങ്കിൽ അടിയിൽ നല്ല കോൺക്രീറ്റ് ചെയ്ത് വെള്ളം പോകുന്ന രീതിയിലേക്ക് ചെയ്യേണ്ട സാധനം ഒരു സേഫ്റ്റിയും ഇല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നു പോലും നോക്കാണ്ട് കെട്ടിയിട്ട് ഇന്നലെ രാത്രി 20 അടിയോളം ഹൈറ്റിലുള്ള കെട്ടാണിത്. ഇത് പൊളിഞ്ഞ് ചാടിയിട്ട് ജനങ്ങൾ ഈ വീട്ടിലേക്ക് ഇന്നലെ വെള്ളം പെട്ടെന്ന് പൊട്ടിയേറി അവിടെ നിന്ന് വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പള്ളിക്ക് പാടെ വീശിന് ഈ 4 പോസ്റ്റുകളും, ഈ 4 പോസ്റ്റ് മാറ്റാണ്ടാണ് ഈ പണി ഇവിടെ നടത്തി. ഇതിൻ്റെ തുടക്കം മുതലേ ജനങ്ങൾ ഇതിന് നിരന്തരം പരാതികൾ പറഞ്ഞ് എഞ്ചിനീയർമാരെ ഓഫീസിലും പോയിട്ട് പരാതികളൊക്കെ പറഞ്ഞിട്ടും ഒരു നടപടി എടുക്കാണ്ട് ഇവിടെ വന്നു നോക്കാണ്ട് ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നത്. കൽപ്പറ്റയിലെ ആദ്യ മിനി ബൈപ്പാസ് നിർദ്ദേശമായിരുന്നു ഈ പാലവും അപ്രോച്ച് റോഡും. മാനന്തവാടിയിൽ നിന്ന് പടിഞ്ഞാറെത്തറ സംസ്ഥാന ഹൈവേ വഴി കൽപ്പറ്റ നഗരത്തിലെ ഗതാഗത കുരുക്ക് തൊടാതെ വെള്ളാരംകുന്നിലൂടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ കഴിയുന്ന പാതയാണിത്. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിലെ അപാകത നാട്ടുകാർ അക്കമിട്ട് നിരത്തിയിട്ടും ഉദ്യോഗസ്ഥർക്ക് മിണ്ടാട്ടമുണ്ടായില്ലെന്നാണ് പരാതി. ഇത്ര വലിയൊരു വർക്ക് നടക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇത് മോണിറ്റർ ചെയ്യാനില്ല. ഇവിടെ തൊട്ട് മുമ്പിൽ ഈ റോഡ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ടാർ ചെയ്യുമ്പോൾ ഒരു ഓവർസിയർ മുഴുവൻ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. എന്നാൽ ഇത്ര വലിയ 2,70,00,000 രൂപയുടെ വർക്കാണ് നടക്കുന്നത്. 40 മീറ്റർ റോഡേ ഉള്ളൂ. 2013 പാലപ്പണി തുടങ്ങി, 2015 പാലപ്പണി പൂർത്തിയായി. ഇപ്പോൾ 9 കൊല്ലമാണ് 40 മീറ്റർ റോഡിന് വേണ്ടി ജനം കാത്തിരിക്കുന്നത്. ആ റോഡ് ഇവിടെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഈ വർക്കൊന്ന് ശ്രദ്ധിക്കാൻ ഓവർസിയർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കോൺട്രാക്ടർമാർ പല തരികടയും കാണിക്കാൻ ശ്രമിക്കും. അത് മോണിറ്റർ ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥരാണല്ലോ. ഉദ്യോഗസ്ഥർ മോണിറ്റർ ചെയ്യാൻ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ വർക്കിൻ്റെ ഇപ്പോൾ കണ്ട അപകടത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നിർമ്മാണത്തിലെ അപാകത മൂലമുണ്ടായ നഷ്ടം കരാറുകാരനിൽ നിന്നും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നിർമ്മാണം വൈകിപ്പിക്കാൻ ബോധപൂർവമായ ഇടപെടലുണ്ടെന്നും ആരോപണമുണ്ട്. പൊതുമരാമത്ത് മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട് നാട്ടുകാർ. കരാറുകാർക്ക് തോന്നുംപടിയായിരുന്നു നിർമ്മാണ പ്രവർത്തനമെന്ന പരാതിയുണ്ട്. നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിലൊന്നും ഉദ്യോഗസ്ഥരാരും തിരിഞ്ഞു നോക്കിയില്ലെന്ന ആക്ഷേപവുമുണ്ട്. ഈ നഷ്ടത്തിന് ആര് ഉത്തരവാദിത്തം പറയും? എന്നു തീരും ഈ നാടിൻ്റെ യാത്രാ ദുരിതം? മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. അശാസ്ത്രീയമായ നിർമ്മാണം നടന്നു എന്നുള്ള നാട്ടുകാരുടെ പരാതി, വലിയ രീതിയിലുള്ള അഴിമതി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള അഴിമതി, ഇങ്ങനെയൊക്കെ നടക്കുന്നതിനിടയിലും ഉദ്യോഗസ്ഥർ ആ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കിയേയില്ല എന്നുള്ള നാട്ടുകാരുടെ പരാതി.
ഈ ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്കും റോഡ് വീണ്ടും തകരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ആ പരാതികൾ ഗൗരവമുള്ളതായിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നമുക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള സാഹചര്യമാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ നാട്ടുകാർക്ക് പറയാനുള്ളത്? ചില പ്രതികരണങ്ങളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. അതിലേക്ക് ഈ തുടക്കം മുതൽ അവർ നമ്മളോട് പറഞ്ഞു, പൊതുപ്പെ നമ്മളോട് പറഞ്ഞു അഷ്റഫ്ക്കാർ ഇത് കെട്ട് നിൽക്കില്ല, ഇത് പോകുന്നുള്ളത്. ഇവരെ ഇവിടുത്തെ എഞ്ചിനീയർമാർ നമ്മൾ വാക്കാൽ പറഞ്ഞ മെസ്സേജ് വിളിച്ചറിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഇൻസ്പെക്ഷൻ നടത്തി കാര്യങ്ങൾ മാറ്റിമറിക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല. നേരത്തെ പറഞ്ഞ ഒരു OVR പണിയെടുക്കുന്ന ഒരു അത്രയും ലാഭത്തോടെ ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതിൻ്റെ ഫലമായി പറഞ്ഞു വീണത്. ഇന്നലെ തുടങ്ങിയ 2-3 ദിവസമായിട്ട് മഴ തുടങ്ങി. ഈ മഴയത്ത് ചെറിയൊരു മഴ പെയ്യുന്ന സമയത്ത് തന്നെ ഈ വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായി. ആ കെട്ടിൻ്റെ പ്രശ്നം കൊണ്ട് അവിടെ വന്ന് ആ ചാലിലേക്ക് വീണ്. ഈ തൊട്ടടുത്തുള്ള വീടുകളിൽ ഇപ്പോൾ ഒരു മഴ നേരം വെളുക്കുന്നേരം പെയ്തു ഒരു മണിക്കൂറും കൂടെ മഴ നിലനിൽക്കുകയാണെങ്കിൽ വെള്ളം ആ വീട്ടിലേക്ക് കയറും. എത്രയോ വർഷത്തേക്ക് വേണ്ട പാലാണത്. സാധാ ചെയ്യേണ്ടത് എന്നുള്ള അടിയിൽ പേവി ചെയ്ത് കല്ല് ചാലായതുകൊണ്ട് പേവി ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് 5 അടിക്ക് ഉയരത്തിൽ കെട്ടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കോളം വെച്ച് വാർത്ത് മുകളിൽ ബെൽറ്റ് കൊടുത്ത് ചെയ്യേണ്ട പണിയാണിത്. പക്ഷേ ഇത് ഒരു ഫണ്ടിൻ്റെ പരിധി കുറവെന്നും പറഞ്ഞാണ് ഇപ്പോൾ ഈ പണി ഇങ്ങനെ ചെയ്ത് വെച്ച് പോയത്. ഇന്നലെ രാത്രി 8:30 മണിക്ക് മറിഞ്ഞു വീഴുകയും കുട്ടികളും ഞങ്ങളും കിടന്നുറങ്ങുന്ന സമയത്താണ് ഭയങ്കര സൗണ്ടോടെ മറിഞ്ഞു വീഴുകയും ചെയ്തത്. അതിനെ സംബന്ധിച്ച് വെള്ളം ഇവിടെ കെട്ടിക്കിടന്ന് വീടിൻ്റെ അങ്ങോട്ട് മറിയുകയും ഭയങ്കര ഡേഞ്ചറാണ് കാര്യങ്ങൾ. അതിനുവേണ്ടി സർക്കാർ ഒരു തീരുമാനം എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.